അല്ല, ജസ്റ്റ് ഒന്ന് ഈ ഒരു തണുപ്പിന് നമ്മളൊരു കിടിലം ടൂറിസ്റ്റ്. ഫുള്ള് വൈബാണ്. നാണ്ട് ടെന്റും കാര്യങ്ങളൊക്കെ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്തസ്റ്റി ബ്ലോഗ്. സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ കുറച്ച് നാളിന് ശേഷം നമ്മൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ സൗണ്ട് കേൾക്കുമെന്നൊന്നും അറിയത്തില്ല, ഇല്ലെങ്കിൽ നമ്മൾ സൗണ്ട് എഫക്റ്റ് തിരിച്ച് കയറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. കൂടെ നമ്മളെ അന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഒരു കാളിമലയിൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷാരോനെ അവനെ അറിയായിരിക്കും. വണ്ടിയുടെ ടയർ മാറാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മളൊരു കൂട്ടുകാരൻ, അതുപോലെ അബ്ദുല്, പിന്നെ നമ്മുടെ കൂടെ ഒരു പയ്യനുണ്ട്. നമ്മുടെ ടോട്ടൽ 5 റൈഡേഴ്സാണ് പോകുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ നേരെ വാഗമണിലോട്ടുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ വലിയ പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളിപ്പോൾ ഇപ്പോൾ കൊച്ചി നിൽക്കുകയാണ്. കൊച്ചിയിൽ നേരെ നമ്മൾ വാഗമണിലോട്ട് പോകാനുള്ള ഫസ്റ്റ് നമ്മൾ നേരെ പാലയിൽ പോകുന്നു. അത് കഴിഞ്ഞ് പരുന്തുംപാറ നമ്മൾ ടെൻ്റ് അടിക്കാനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാ റൈഡേഴ്സും ഭയങ്കര ഒരു ജോലി ട്രിപ്പിൽ നിൽക്കുകയാണ്. സോ എന്തായാലും നമ്മൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം കാര്യങ്ങളൊന്നും ഒരു പ്ലാനിങ് കാര്യങ്ങളില്ല. അതുപോലെ ഇവിടുന്ന് നമ്മൾ കൊച്ചി വൈകിട്ട് നമ്മളിവിടെ തിരിക്കാൻ പോവാണ്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പുതിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഒരു വൈബിൽ. അതുപോലെ മാക്സിമം നിങ്ങൾ വീഡിയോസ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചാനലും താല്പര്യമുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കാര്യങ്ങളൊക്കെ അടിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ ട്രിപ്പ് ഒന്ന് പോയി അടിച്ച് പൊളിച്ചിട്ട് വരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു വാഗമൺ. അപ്പോൾ ഇവിടെ എൻ്റെ ബൈക്ക് NS ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ അവൻ്റെ HF TLS ഇവിടെ ഇരിപ്പുണ്ട്, അതുപോലെ ഒരു ഹിമാലയ ഉണ്ട്, കൂടെ ഒരു 220 അവിടെ ഇരിപ്പുണ്ട്. സോ നമ്മളെ റൈഡേഴ്സ് എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അത്യാവശ്യം ഒരു പാഡിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതുപോലെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോർണിംഗ് കാലിക്കറ്റിൽ നിന്ന് ഇവിടെ കൊച്ചിയിൽ എത്തിയതാണ്. ഇവിടെ ഷാരോണ് മാരിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചി മാരിറ്റ് ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് നേരെ വന്നത്. അതുപോലെ ആലപ്പുഴയാണ് അഫ്സൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനും നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്ന് നേരെ കൊച്ചിയിൽ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ കഴിഞ്ഞ മാസം പ്ലാൻ ചെയ്തായിരുന്നു ഈ ട്രിപ്പ്. അപ്പോൾ കഴിഞ്ഞ മാസം പോകാൻ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും സെറ്റായില്ല, ആർക്കും ബഡ്ജറ്റ് കാര്യം സെറ്റായില്ല. അങ്ങനെ ഈ ഇപ്രാവശ്യം സെറ്റായി നേരെ ഇവിടുന്ന് ട്രിപ്പ് തിരിച്ചു. അപ്പോൾ നമ്മൾ ടോട്ടൽ 3 നേരം ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ 3 നേരം ലോങ് ട്രിപ്പ് പോകുന്നത്. ഇപ്പോൾ ഇവരൊക്കെ ലോങ് ട്രിപ്പ് പോയിട്ടുണ്ട്, ഞാൻ എൻ്റെ വണ്ടിയിൽ ഫസ്റ്റ് ടൈമാണ് ലോങ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ കാളിമലയിൽ പോയത് ഒരു വീഡിയോയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഗോപ്രോ ഉണ്ടായിരുന്നു, ഗോപ്രോ വർക്കിംഗ് ആയിരുന്നു. അങ്ങനെ ആ ഗോപ്രോ വെച്ച് വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷമുള്ളൊരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ 3 പേരും ചേർന്ന ട്രിപ്പ് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു ഗ്രൂപ്പ് തുടങ്ങി അങ്ങ് ഇട്ടു. അതിനുശേഷമാണ് ഇവരെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്തത്. അഫ്സലിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതുപോലെ ഷാരോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സിംഗിൾ റൈഡിങ് തന്നെയായിരുന്നു. അപ്പോൾ കൂടെ അഫ്സലിൻ്റെ ഫ്രണ്ട് കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ എല്ലാം ഒന്ന് പെട്ടെന്ന് തീരുമാനിച്ച് നമ്മൾ ഫസ്റ്റ് പോകാൻ വിചാരിച്ച മൂന്നാർ വട്ടവട പോകാനായിരുന്നു. പക്ഷേ പിന്നെ ട്രിപ്പ് വീണ്ടും തിരിച്ച് നേരെ വാഗമണിലോട്ട് തിരിച്ചു. അപ്പോൾ അങ്ങനെ വലിയ പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ, കാരണം പ്ലാൻ ചെയ്താൽ മൊത്തത്തിൽ കുളമാവും. അതുകൊണ്ട് പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് നേരെ പോവുക. അപ്പോൾ ഓരോ സ്ഥലത്തെത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണക്കും, എന്തെങ്കിലുമൊക്കെ വൈബ് കാണും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഞാനിത് വോയിസ് ഓവറായിട്ട് ഇരുന്നതാണ്, കാരണം എൻ്റെ കയ്യിൽ ഗോപ്രോ കാര്യങ്ങളൊന്നുമില്ല, ഗോപ്രോ വർക്കിംഗ് അല്ല. സോ അതുകൊണ്ട് വോയിസ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകും വഴി എന്തൊക്കെയാണ് കാഴ്ചയെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുണ്ടെങ്കിൽ പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ വൈറ്റ് ലൈൻ നമ്മൾ തിരിച്ചിരുതാണ്ട് ഇവിടെ ഇപ്പം പാലയിലോട്ട് എത്താറായി. അങ്ങനെ ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വണ്ടികളെല്ലാം ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. പിന്നെ നിൽക്കുന്ന ശിങ്കടി, ആ മാസ്ക് ഇട്ട ഒരു പിരാന്തൻ അഫ്സലാണ്. അങ്ങനെ കണ്ടുവരികയുണ്ടെങ്കിൽ അപ്പുറത്തെ ഒരു വീഡിയോ എടുത്തേക്കാം. പിന്നെ ഈ ഡാപ്ര ഷാരോ ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. പിന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പുതിയതായിട്ട് ട്രോളാൻ വേണ്ടി മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല. ദോഷമില്ല മകനെ, ഗുണം. ഫ്ലൈയിങ് ഡ്രാഗൺ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് ബാക്കി റൈഡ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. സോ എൻജോയ് ദാറ്റ്. ഇത് വാനമ്പാളം വാട്ടർഫോളാണ്, വലിയ വാട്ടർഫോളാണ്. അങ്ങനെ ഉണ്ടാകുന്നത്. ബൈക്കും കാര്യങ്ങളൊക്കെ വെച്ച്. അപ്പോൾ നമ്മൾ നേരെ വാഗമണിലോട്ട് പോകുകയാണ്. അപ്പോൾ വാഗമണിലോട്ട് പോകുമ്പോൾ നമ്മൾ നേരെ കൊച്ചിയിൽ നിന്ന് തിരിച്ച് വാഗമണിലോട്ട് പോകും. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് തിരിച്ച് വാഗമണിലോട്ട് പോകും. അപ്പോൾ നമ്മൾ നേരെ 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 വാഗമണിലോട്ട്
ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ടെന്റ് അടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ രാവിലെ സൂര്യോദയം കാണാനാണ് നമ്മൾ പ്ലാൻ ഇട്ടേക്കുന്നത്. രാവിലെ വല്ല മിസൈലും വന്ന് അടിച്ചോന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ഒരു മിസൈൽ ഇങ്ങനെ ഒരു വിത്തക്കം വിട്ടേക്ക. എന്താ ഇവിടക്കോ വിട്ടാ മതി കേട്ടോ, തീനില്ലേ ഇല്ലേ. ഇനിയാണ് അടുത്ത വൈബ് പാട്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ ടെന്റിന്റെ പണി ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫുള്ള് പണിയും കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഗൈസ് എങ്ങനെയാണ് നമ്മുടെ ടെന്റും കാര്യങ്ങളും, രാവിലത്തെ ഒരു സൂര്യോദയം എല്ലാം കൂടെ നമുക്ക് കാണാം ഗൈസ്. നമ്മൾ ടെന്റും കാര്യങ്ങളൊക്കെ അടിച്ച ശേഷം എന്താണ്ട് ഇതൊന്ന് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് എല്ലാവരും കൂടെ ഗൈസ്. അങ്ങനെ മോർണിംഗ് ആയി, ഇതാണ്ട് സൺറൈസ് അവിടെ ഉദിച്ചു വരുന്നുണ്ട്. വണ്ടികളെല്ലാം തണുത്ത് കോൾഡായി മരവിച്ചിരിപ്പുണ്ട്. ഓരോ ആൾക്കാരായിട്ട് വണ്ടി സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല 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 അടിപൊളി വൈബാട്ടോ. വേണ്ടേ ഇങ്ങനെ ഒരു അവിടെ നിന്നാണ് കേട്ടോ സൺറൈസ്. അപ്പോൾ എല്ലാവരും ഓരോ വണ്ടികളായിട്ട് ഓരോ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എൻ്റെ വണ്ടി ഇതാ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. സ്റ്റാർട്ടായടാ, കൈ കൊടുക്കില്ലേ. രാവിലെ തന്നെ വ്ളോഗർമാരൊക്കെ ഇറങ്ങിന്ന് വ്ളോഗ് ചെയ്യുന്നു. ഏതാണ് ഈ ബംഗാളി? ഒരു വെറും കണ്ടാ ബംഗാളി തന്നെ. മുരളിയിലൊരു തരളിതലയരാകും, അതിലൊരു ശ്രുതിയാകുന്നുവോ, കുളിരെഴും ഒരു മുകിലൊരുകിയ മഴ തൊടുമതിലോലോ മനസ്സിലെ അനുരാഗങ്ങൾ. ഗൈസ്, അങ്ങനെ ഇതാണ് നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ. ടെൻറ്റ് ഇൻസൈഡ് വരുമ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ഈ സൈഡ് കാര്യങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചായിരുന്നു. പിന്നെ ഒരു തരാനും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ വെച്ച്, പിന്നെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ വെച്ച് ഇത് നമുക്ക് കോൾഡും കാര്യങ്ങളൊക്കെ ആയി ഇരിക്കുക. അങ്ങനെ മൊത്തത്തിൽ ടോട്ടലൊരു 5 പേർക്ക് ഈ ഒരു ടെൻറ്റിൻ്റെ അകത്ത് കിടക്കാം. ദെൻ കറക്റ്റ് ഈ ഗൈസ് അങ്ങനെ സൺറൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതോടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ച് വരികയാണ്. അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓരോ സൈഡിൽ നിന്നൊക്കെ. അപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചായത്തെ കടയിൽ നിന്ന് ഒരു ചായ നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 5 ചായയും 2 പേർക്കുള്ള വടയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കാരണം അവർ നേരത്തെ തുറക്കുമ്പോൾ നമുക്ക് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതും കുടിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വാട്ടർഫാളിലോ അല്ലെങ്കിൽ നേരെ നമ്മൾ ഇല്ലിക്കലിക്കലിലോ അങ്ങോട്ട് ഉള്ള പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ എന്തായാലും സൺറൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഇവിടുന്ന് തിരിക്കാനുള്ള പ്ലാൻ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന ബ്രെഡും ജാമും ഇതൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ബാക്കി അങ്ങോട്ട് പോകുന്ന വീഡിയോ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടുന്ന് ടെൻറ്റും കാര്യങ്ങളൊക്കെ റീപാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ റീപാക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഇല്ലിക്കല്ലിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ സീരിയസ്ലി പറയാമല്ലോ, ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ ഒരു ടെൻറ്റിൻ്റെ അകത്ത് സ്റ്റേയും കാര്യങ്ങളൊക്കെ നമ്മൾ 5 പേരും ആ ഒരു ഒറ്റ ടെൻറ്റിൻ്റെ അകത്തായിരുന്നു സ്റ്റേ. പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ രാത്രി നമ്മൾ ഒരു അടിപൊളി വൈബും കാര്യങ്ങളും അതിൻ്റെ ഒരു ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രി വണ്ടികളെല്ലാം നിരത്തി വെച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ ഡാൻസും കാര്യങ്ങളും എല്ലാം മൊത്തത്തിലൊന്ന് വൈബാക്കി. കാരണം ഒരു പ്ലാനും ഇല്ലാതെ വന്നതാണ്. പിന്നെ തീയും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ അവൻ്റെ ഒരു ഡാൻസ്, അഫ്സലിൻ്റെ ഡാൻസാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ടോട്ടലി പറയാമല്ലോ അടിപൊളിയായിരുന്നു. പിന്നെ ടെൻറ്റിൻ്റെ അകത്ത് നമ്മൾ 5 പേരും കൂടെ ബ്രെഡും ജാമും അതുപോലെ മിക്സറും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ അന്താശ്ശേരിയും കളിച്ചൊക്കെ ഇരിക്കുകയാണ്. സോ എന്തായാലും നമുക്ക് ബാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇനി ഓരോ ബൈക്കേഴ്സായിട്ട് എടുത്ത് ബൈക്കും എടുത്ത് നമ്മൾ അടുത്ത ഇല്ലിക്കല്ലിലോട്ട് തിരിക്കുന്ന ഒരു പ്ലാനിലാണ്. സോ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് തിരിക്കാം. അങ്ങനെ നമ്മൾ അടുത്ത സിപ്പ് ലൈൻ്റെ ഒരു ജസ്റ്റ് വന്നാണ് സിപ്പ് ലൈൻ്റെ ഒരു കയറാനായിട്ട് വന്നാണ്. റെഡിയല്ലേ?
ഗൈസ് അങ്ങനെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ സിപ്പ് ലൈൻ. അങ്ങനെ ആദ്യമായിട്ട് സിപ്പ് ലൈനിൽ കയറി വൈബ് അത് പൊൻ്റെ മോനെ അത് കയറി തന്നെ അനുഭവിക്കണം. പിന്നെ കയ്യിൽ 360 കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ വീഡിയോ അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. സോ എന്തായാലും ഇനി ഇവിടെ നിന്ന് തിരിച്ച് റിട്ടേണിലോട്ട് പോവാണ്. അതാണ് കുറച്ചും കൂടെ വൈബ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫുൾ എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. എന്തായാലും ഇങ്ങോട്ട് നോക്കാം. ആണ് നമ്മളങ്ങനെ ഫ്രണ്ട് വാർഡ് പോകുന്നു. അയ്യോ ഞാൻ ഇവിടെ കുടുങ്ങി. അയ്യോ കൈ നമ്മളെ തിരിച്ചു പോകുന്നു. കൈ അവര് കയറിട്ട് പിടിച്ചോ. ഓക്കെ ഗൈസ്, അവര് കയറിട്ട് വലിച്ചിട്ടുണ്ട്. നമ്മളിതാ തിരിച്ച് അയ്യോ നടുക്കൈ പോയി. അവര് കയറിട്ട് വലിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. അയ്യോ പിന്നെ അയ്യോ ചേട്ടാ വലിയ ചേട്ടാ. ഓക്കെ കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെയല്ലേ നമ്മള് കുടുങ്ങിയ അവസ്ഥ അടിപൊളിയായിരുന്നു. തംബ്നെയില് കിട്ടി. നമുക്കൊരു തംബ്നെയില് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സിപ്പ് ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഇവിടെയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ സിപ്പ് ലൈനിലും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാനിൽ വന്നത്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വൈബ് തന്നെയായിരുന്നു. ഇതിൻ്റെ 360 വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എൻഡിങ്ങിൽ ഇട്ടേക്കാം. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സിപ്പ് ലൈൻ. നമ്മൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ, ഞാൻ മാത്രമല്ല നമ്മൾ 4 പേര് ഫസ്റ്റ് ടൈമാണ് സിപ്പ് ലൈനിൽ കയറുന്നത്. സോ ആ ഒരു അടിപൊളി റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റക്കായിപ്പോയി. പിന്നെ അവിടുന്ന് അവർ കയറിട്ട് എന്നാണ് ആ ഒരു വീഡിയോയിൽ കാണുന്ന. സ്റ്റക്കായി പോയി അവസാനം കയറിട്ട് അവർ വീണ്ടും നമ്മളെ തിരിച്ച് വലിച്ചെടുത്തു. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. നേരെ ഇല്ലിക്കലിലോട്ടാണ് വരുന്നത്. സോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇനി പോകുന്ന വഴി നമുക്ക് കഴിക്കാം. അപ്പോൾ യാത്ര ഇങ്ങനെ ആസ്വദിച്ച് പോവുമായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനൊരു യാത്ര ആദ്യമായിട്ടാണ്. അപ്പോൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും നമ്മളിനി അടുത്ത ഇല്ലിക്കക്കല്ലിൽ ചെന്നിട്ട് അവിടെ കുളിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്കകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ അടിക്കണം. സോ എന്തായാലും നമുക്ക് അങ്ങനെ നോക്കി പോവാം എന്തൊക്കെയാണ് പരിപാടികൾ വരുന്നതെന്ന്. ഇങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് വണ്ടി ഇവിടെ നിന്ന് ചവിട്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, അവൻ ബാക്കിൽ നിന്ന് വ്ളോഗ് എടുക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ തന്നെ ക്ലിപ്പ് എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു, നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്തു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡണ്ണായി. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമ്മൾ ഏലപ്പാറ റൂട്ട് വഴി നമ്മൾ നേരെ ഇല്ലിക്കക്കല്ലിലോട്ട് ഉള്ളൊരു തിരിക്കലാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പ്രതീക്ഷയാണ്. സോ നമുക്ക് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, എങ്ങനെ നമ്മൾ ഏലപ്പാറ റൂട്ട് കഴിഞ്ഞ് ഇല്ലിക്കക്കല്ലിലോട്ട് പോകുന്ന വഴി നമ്മൾ ഉച്ചത്തെ ഊണ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ എല്ലാവരും ഓരോ ഊണ് വീതം പറഞ്ഞു. പിന്നെ സ്പെഷ്യലായിട്ട് എന്തോ അവർ ഫിഷ് ഫ്രൈ പറഞ്ഞു. ഞാനും പിന്നെ നമ്മുടെ ശ്രീകുമാരനും കൂടെ ഓരോ ബീഫും പറഞ്ഞു. അങ്ങനെ അതും കഴിച്ചിട്ട് അടുത്ത ഇനി പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് കുറേ ദൂരം വന്ന ശേഷം ഒരു തൂക്കുപാലം കണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ വണ്ടി സൈഡാക്കി പിന്നെ ആ തൂക്കുപാലത്തിൽ കയറി. അത്യാവശ്യം ഒരു വൈബ് സ്പോട്ടാട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല. അപ്പോൾ അങ്ങനെ തൂക്കുപാലത്തിൽ കയറി കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന് വീണ്ടും തിരിക്കാനുള്ള പ്ലാനിലോട്ടാണ്. എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ്. ഗൈസ്, എങ്ങനെ നമ്മൾ ഇല്ലിക്കക്കല്ല്
ബാക്ക് സൈഡ് വ്യൂവിൻ്റെ അവിടെ വന്നതാണ്. സോ എന്തോ ഒരു കാരണവശാൽ അത് അവിടെ അടച്ചായിരുന്നു. കാരണം 5 മണിക്ക് ശേഷം അങ്ങോട്ട് കയറ്റി വിടത്തില്ല, അതുപോലെ വണ്ടി മേലത്ത് കയറ്റി വിടത്തില്ല. സോ നമ്മൾ അതിനു മുമ്പേ വാട്ടർഫാളിൽ പോയായിരുന്നു. വാട്ടർഫാളിൽ പോയി നമ്മളെല്ലാവരും കുളിച്ചു. ഇത് നല്ല ഡെപ്ത് ഉണ്ട് ആ വാട്ടർഫാളിന്. നമ്മൾ വലിയ രീതിയിലെടുത്ത് ചാടിയായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ശ്രീകുമാറിന് നീന്താൻ അറിയാം, അഫ്സലിനും കുറച്ച് നീന്താൻ അറിയാം. ഞാൻ ഒന്ന് ചാടിയായിരുന്നു, പക്ഷേ ഞാൻ ഡെപ്തിൻ്റെ കാര്യം മറന്നുപോയി. അങ്ങ് പോയി. പക്ഷേ എന്നാലും ഞാൻ നീന്തി കയറി. അത്യാവശ്യം കുറച്ച് നീന്തൽ പഠിച്ച്. എന്നാലും അതൊന്നും വെച്ചിട്ടൊന്നും കാര്യമില്ല, നീന്തൽ പഠിച്ചിരിക്കണം. അങ്ങനെ നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇനി കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും കൊച്ചിയിൽ വണ്ടി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ നാട്ടിൽ പോകും. എനിക്കൊരു വെഡ്ഡിങ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്തോട്ട് പിരിയാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു അടിപൊളി വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ടെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റേ ചെയ്ത് ഒരു വീഡിയോയും കാര്യങ്ങളും. ഇങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. സോ ഇതുപോലത്തെ ഒരുപാട് ട്രിപ്പ് വീഡിയോസ് വരുന്നതാണ്. സോ ട്രാവലിംഗ് വ്ളോഗ്സ് വരുന്നതാണ്. ജസ്റ്റ് എന്താ ഈ ഒരു ബഡ്ജറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇഷ്യൂസാണ്. സോ ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. എന്നാലും നമ്മൾ മാക്സിമം വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കും. സോ ഗൈസ്, അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസൊക്കെ വരുന്നതാണ്. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ അകത്ത് ചെറിയ റീൽസും കാര്യങ്ങളും പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരെ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്.